എന്നാ രണ്ടാളും കാര്യമായ പണിയിൽ ഇവിടെ 12:45 രാത്രി. എന്നാ പണി? എനിക്ക് നല്ല ഉറക്കുണ്ട്. പറഞ്ഞിട്ടെന്താ എന്നാ ചെയ്യുന്നേ? ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ പെട്ടീന്റെ പൂട്ടെല്ലാം സെറ്റാക്കണ്ടേ? കഴിഞ്ഞ കൊല്ലം എന്തിനാ പെട്ടീന്റെ പൂട്ടെല്ലാം സെറ്റാക്കുന്ന? കാരണം എന്തെന്നാ? കാരണം ഇന്ന് രാവിലെ പുലർച്ചെ 12:45 ഇൻഷാ അല്ലാ ഞങ്ങൾ ഇന്ന് പുലർച്ചെ നാട്ടിലേക്ക് പോവാണ്. സമ്മർ വെക്കേഷൻ 4 മാസത്തിന് ശേഷം കഴിഞ്ഞ മഴയൊക്കെ കാണട്ടെ പോയിട്ട് ബെല്ലിക്കാന്റെ വീട്ടിൽ കൂടലിനല്ലേനാ ഡിസംബറിൽ പോയത്. അപ്പോൾ ഈ സമ്മർ വെക്കേഷന്റെ ടൈമിൽ മാത്രം കണ്ടുവരുന്നൊരു ആചാരമാണിത്. ലോക്കെല്ലാം ശരിയാക്കി വെക്കുക, ഓരോന്നിന്റെ ചാവി പെട്ടിക്ക് പൂട്ടിടാൻ വേണ്ടിയിട്ടുള്ള സെറ്റാകുന്നില്ല. ഒരുപാട് കീ ഉണ്ട്, പൂട്ടുമുണ്ട്, പക്ഷെ സെറ്റാകുന്നില്ല എല്ലാം. ഐഷ, എക്സാം കഴിഞ്ഞോ? എന്താണ് അവസ്ഥ പറയൂ. എക്സാം കഴിഞ്ഞോ? ടാബിന്റെ മുമ്പിലായി ഫുൾ ടൈം ടാബിന്റെ. നാട്ടിൽ പോന്നെ ആർ യു എക്സൈറ്റഡ്? For the flight. She always excited. ഫ്ലൈറ്റ് എയർപോർട്ടാ എക്സൈറ്റഡ് ഉള്ളൂ? നാട്ടിൽ പോകണോ? ഉമ്മമ്മനും ഉപ്പമ്മനെയും കാണുന്ന എക്സൈറ്റഡ് അല്ല? ഒരു ഉമ്മമ്മനും ഉപ്പമ്മനെയും ദിവസം വീഡിയോ കോൾ കാണുന്നുണ്ടല്ലേ? ജമലു, ആർ യു എക്സൈറ്റഡ്? For what? I going in India. India aeroplane. കേട്ടാ, എയറോപ്ലെയിൻ ഇന്ത്യയിൽ ഉമ്മാമനെ സീയാവേ. ഉമ്മാമനെ കാണാനാ പോന്നേ? ഉപ്പാപ്പയോ? നെമ്മോ ഉപ്പാപ്പനെ കാണണ്ട? നെമ്മോ ഉപ്പാപ്പനെ കാണണ്ട? ഉമ്മാമനെ ഉപ്പാപ്പനെ രണ്ടാളെയും കാണണല്ല? റെഡിയായ? ഞാൻ വേഗം ഉറങ്ങാന്ന് വിചാരിച്ചതിനു. കാരണം പുലർച്ചെ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇറങ്ങണല്ലോ. സുബഹി നിസ്കരിച്ച ഉടനെ തന്നെ ഇറങ്ങണ്ട? സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇറങ്ങണം. അപ്പൊ കുറച്ചൊന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു. കാരണം ഉറക്ക് പോയാൽ എനിക്ക് മൈഗ്രെയിനിങ് വരും. അപ്പൊ ഒന്ന് കിടന്നപ്പോ ഈ ചോട്ട ലുക്ക് ഹിയർ ഈ ചോട്ട എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. ലൈറ്റ് ഓൺ ചെയ്ത് അപ്പോഴേക്ക് എല്ലാവരും ഇവിടെ എത്തി. ജനുവോട് പോയി ടി വി ആണ്. ഇന്ന് ഫുൾ ഫ്രീഡം കിട്ടിയവർക്ക്. എക്സാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ആ സന്തോഷത്തിലുള്ള ഒരാൾ ടാബ്, ഒരാൾ ടി വി, ഒരാൾ ഇവിടെ അബീന ഹെൽപ്പ് ചെയ്യുന്നല്ലേ? ഹെൽപ്പ് ചെയ്യുന്നയോ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാത്താ ചിത്രക്കാരൻ കീയും ഉണ്ട്, ലോക്കും ഉണ്ട്. ഓരോന്നിന്റെ ഏതാന്ന് മനസ്സിലാവുന്നില്ല. വേഗം നോക്കി വെച്ചോ. ഞാൻ കുറച്ച് ഉറങ്ങിക്കോട്ടെ. ഓക്കെ ജമലു, ആർ യു കമ്മിങ് ടു സ്ലീപ്പ്? അല്ല, നമ്മള് കെട്ടിവെച്ച പെട്ടിയൊന്നും കാണിക്കണ്ട. ഓക്കെ, അത് നമുക്ക് പോകുമ്പോൾ കാണിക്കാം ഇൻഷാ അല്ലാഹ്. എന്നാ ഞാൻ കുറച്ചൊന്ന് ഉറങ്ങട്ടെ. അപ്പൊ ഉറങ്ങി എണീറ്റിട്ട് ഞാൻ ഉറങ്ങൂല. കാരണം ഖത്തറും കാനഡയും കളി അതിനെ വാടി വെയിറ്റ് ചെയ്തു. അത് പറ. എന്നാ പിന്നെ ഞാൻ ഉറങ്ങുന്നേ. ഓക്കെ അപ്പൊ ഓക്കെ ബൈ പറയാനമ്മു. അസ്സലാമലൈക്കും. സുബഹ ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചിട്ട് ഇറങ്ങണം ഇൻഷാ അല്ലാഹ്. ജമലു, ഇന്ത്യയിൽ പോണ്ടേ? എണീക്കൂല. ഇനിയൊരു കാര്യം ചെയ്യ്, അവളെ ഡ്രസ്സിങ് എടുത്താ ഇവിടെ തന്നെ ഇട്ട് കൊടുക്കാം. വേഗം എണീക്കൂല. കരയും. ഇന്ത്യ പോണ്ടേ പൊന്നെ? അവളെ ഡ്രസ് എടുത്തുണ്ടോ ആയിഷ? വേഗം ഇന്ത്യ പോണ്ടേ? ഉമ്മമ്മന്റെ അടുത്ത് പോണ്ടേ? ഇതാ ഉമ്മയെല്ലാം ഒരുങ്ങിയ എന്താ പൊന്നെ? ഗോ അതാ അബീൻ്റെ അടുത്ത് പോയിരിക്കേ. ഓളെ ഷോക്സ് കാണേറ്റാ. വേഗം നോക്കേ, ഒരു വെയിറ്റ് ചെയ്യുന്നേ. ടൈം 3:30 ഇറങ്ങണം എന്നെല്ലാം പറഞ്ഞിട്ട് ഉറങ്ങി എല്ലാവരും. ജനു, ആയിഷയും അബിയും ഉറങ്ങി. ആയിഷ അബി ഉറങ്ങി, നെമ്മു ഉറങ്ങി അല്ലേ? ഓ ആ വെയിറ്റ്.
വേഗം ഇട്ടു കൊടുക്കേ. ആശ ജനു ജൻ ജമ്മലൊരു ഷൂ എടുത്തെടുത്ത ജമ്മു. അല്ലോ അവർക്ക് ശരിയാക്കില്ലല്ലോ, സാരമില്ല കേട്ടാ. ലാസ്റ്റ് നേരത്തെ ഇതാ ഇതില്ലാണ് നടക്കൂല. കാല് വേദന, കൈവേദന, വേദനയായ ഓർമ്മയായത്. അപ്പോൾ ഇത് ജസ്റ്റ് എടുക്കാൻ ലേറ്റായരാ ഇതെല്ലാം ഓർമ്മ വന്ന. ഇതാണ് സുന്നത്ത് സ്കെച്ചിക്കില്ലല്ലോ, വേഗം നോക്ക്. എല്ലാം കഴിഞ്ഞില്ല, ഒന്നും മറന്നിക്കില്ലല്ലോ. ധനു എല്ലാം എടുത്തക്കല. അഭി നിസ്കരിക്കുന്ന വെയിറ്റ്. എൻ്റെ കോഴി അങ്ങ് വരാനൊന്നും നേരെയില്ല മക്കളെ, ഒന്നുമില്ലാണ്ട് കെട്ടറപ്പേ. എനിക്ക് അവരെ ഇട്ടിട്ട് പോകുന്ന ഒറ്റൊരു ടെൻഷനാണുള്ളൂ. ലേറ്റ് ആയതുകൊണ്ട് അങ്ങനെ കാണാൻ പോകാനും പറ്റുന്നില്ല. ഇൻഷാ അല്ലാ ഇവിടെ ഇവരെല്ലാം ഏൽപ്പിച്ച് വെച്ചിട്ടുണ്ട് ഫുഡ് കൊടുക്കാനൊക്കെ ആയിട്ട്. ഇൻഷാ അല്ലാ. അപ്പൊ കസിനാണ് കൂട്ടാൻ വന്നത്. ഫ്ലൈറ്റ് നയിക്കാനല്ല, സാൻഡ്വിച്ച് വാങ്ങിട്ട് പോവാം. ഇപ്പൊ 4:15 ടൈം. ഇപ്പൊ കാണുന്നില്ലേ? 4:17. कितना भाई? വാങ്ങ ജനു. ഫൈനൽ എത്തുന്ന ടീമാ, ഭയങ്കര റെഡിയാണ്. ഓക്കെ ഒന്ന് വീഡിയോ എടുത്തോ. ഓക്കെ പറഞ്ഞോട്ടെ പോയി ഉറങ്ങിക്കോട്ടെ പാവോ. നമ്മലു പറ്റൂ ജനു കണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടോ. അപ്പം ഞങ്ങളാണ് ഇവിടെ ഫസ്റ്റ് എത്തിയത് നമ്മളെ ഫ്ലൈറ്റിൻ്റെ. ഇപ്പം വേറെ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് ടൈമായിട്ടില്ല. 5 o'clock ആണെന്ന് പറഞ്ഞത്. അപ്പം ഇപ്പം 4:30 ആയിട്ടുള്ളൂ. അസി, ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ നിങ്ങൾക്ക് നേരത്തെ എത്തിയിട്ടുള്ള? ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരത്തെ എത്തുന്നത്. കൗണ്ടർ ഓപ്പൺ ആയിട്ടില്ല. 5 മണിക്കാണ് ഓപ്പൺ ആവുന്നത്. അരമണിക്കൂർ ഇനിയും ഉണ്ട്. ഇനിയും അരമണിക്കൂറുണ്ട്. അപ്പം നമ്മൾ എന്ത് വേണോ? എന്തുകൊണ്ടാണ് നേരത്തെ ഇറങ്ങിയത്? ഞാനൊരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അതെങ്ങനെ കാണും? ആരോട് ചോദിക്കും? എങ്ങനെ ചോദിക്കും? അത് ഇവിടെ കൗണ്ടർ ഓപ്പൺ ആയിട്ട് ഇവള് വല്ലാണ്ട് ഇവളെ എനിക്ക് തീരെ പിടിക്കുന്നില്ല. പോയി കാണാം. അങ്ങനെയാ? അന്നേരം ടൈം ഉണ്ടാവോ? ടൈം ഉണ്ടാവില്ല, ഇഷ്ടം പോലെ ഉണ്ടാവില്ല. ഞാൻ അതിനാണ് ഒന്നാമതിൽ നേരത്തെ ഇറങ്ങണം എന്ന് പറഞ്ഞത്. നമ്മളെ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഈ എയർപോർട്ടിൽ ജസ്റ്റ് ഇതാ ലഗേജ് എടുത്ത് കയറും, ലഗേജ് അവിടെ കൊടുക്കും, ഡയറക്റ്റ് ഫ്ലൈറ്റിലേക്ക് പോവും. ഇങ്ങനെയാ ഉണ്ടാവുള്ളൂ. ഇവിടെ നല്ല അടിപൊളി പ്ലേസ് ഉണ്ട് കാണാനുള്ള. ഓരോട് ചോദിച്ചോക്കെ ഓക്കെ ആയാ? അപ്പോൾ ആ ഒരു പ്ലേസെല്ലാം ഒന്ന് കാണാൻ നേരത്തെ പോയാലെന്ന് വിചാരിച്ചിട്ടാ ഇങ്ങനെ ചെയ്തത്. ജമലു ജം എവിടെയാ കയറി ഇരുന്നിനെ? ലഗേജ് മേല. Where are you going? നൈറ്റിൽ സ്ലീപ്പായിട്ട് വേക്കപ്പ് ആയി എന്നിട്ട് എയർപ്ലെയിനിൽ പോന്നല്ല.
ഈ പ്ലേസ് ഏതാ? This is celebrate. നോ, എയർപോർട്ട്. Airport. എയർപ്ലെയിനിലേക്ക് നമ്മൾ കയറുള്ളൂ. ഓക്കെ, This water's name is എയർപോർട്ട്. ജമലു ബുദ്ധി വെച്ചത് തൊട്ടിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത് ആദ്യമായിട്ടാണ്. ആ ഒരു എക്സൈറ്റ്മെന്റ് അവൾക്കുള്ളത്. കാരണം അവള് പ്രഗ്നന്റ് ആയ ടൈമിൽ ഒരു പ്രാവശ്യം, 6 മാസത്തിൽ ഒരു പ്രാവശ്യം, 2 വയസ്സിൽ ഒരു പ്രാവശ്യം, ഇങ്ങനെയാണ് ഞാൻ ആകെ പോയത്. ഗോന്ന് അപ്പോൾ ഫസ്റ്റായിട്ട് ഓർമ്മ വെച്ചിട്ടുള്ള ഫസ്റ്റായിട്ടുള്ള ഫ്ലൈറ്റുകാരൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് അവൾക്കുള്ളത്. സമയം ഇപ്പോൾ 5:01. 5 മണിക്കാണ് കൗണ്ടർ ഓപ്പൺ ആക്കുമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഞങ്ങളെ വേഗം വിളിച്ചിനെ. അങ്ങനെ നേരത്തെ വന്നതുകൊണ്ട് ഒരു ഗുണമുണ്ടായി. ഒരു ലഗേജിൽ 5 kg കൂടുതലായിരുന്നു. അപ്പോൾ അത് മാറ്റി വേറൊരു ബാഗിലാക്കി. എന്തോ ഭാഗ്യം ഇതുപോലത്തെ ഒരു ബാക്ക് പാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിട്ട് അങ്ങനെ ചെയ്തു. ഇനി ഇൻഷാ അല്ലാ കുറേ ടൈമുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് ചുറ്റി കറങ്ങട്ടെ. ഇവിടെയല്ല ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന ടൈമിലൊന്നും ഒന്നും നടക്കില്ല. ഭയങ്കര പേടിയായിരിക്കും എനിക്ക്. അങ്ങനെ പോവും. ഇതിപ്പോൾ എല്ലാവരും ഉള്ളത് കൊണ്ട് സാവധാനം, ടൈമും ഉണ്ട്. നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. ജമലു, വാട്ട് ഈസ് ദാറ്റ്? ഇതാണ് ഇവിടുത്തെ എയർപോർട്ടിന്റെ ഹൈലൈറ്റ്. ഹായ്യാ, ലവ് അത്. Keep it there, keep it there. Here is Hindi song. This is Ummi's favorite chocolate. This, Yes. this, No, that's my favorite. no, this one is the most. Nemma's favorite? Yes. ഈ സെയിം ബാഗ് ജമലുവിൻ്റെ അടുക്ക റൂമിലുണ്ട്. Lollipop eating നല്ല taste. നല്ല ടേസ്റ്റ് അല്ലേ? ആ ടേസ്റ്റ് വേണ്ട, അവിടെ വെക്കിന്നെ ടൈഗർ ബാഗ്. Look, this one is most. Keep it there. No, I want. No. Look. Keep it there. എന്നാ എടുക്കണ്ടെന്ന് മനസ്സിലാകുന്നില്ല. Keep it there. Big lollipop. No, no, no. Baby eating lollipop. No. ഉമ്മി വേറെ വാങ്ങിക്കാം, അത് തരും. ഓക്കെ, കീപ് ഇറ്റ് ദേ. എന്നാസി പറഞ്ഞേ? 20 മിനിറ്റ് നടക്കുന്നുണ്ട് തന്നെ. പക്ഷേ വേറെ കാര്യം 7 മണിക്ക് ബോർഡിങ്. 5:30 വേഗം നടക്കാം. വേഗം പോയിട്ട് കണ്ടിട്ട് ഇങ്ങ് പോരാ. ഓക്കെ, ഞാൻ അതിനല്ലേ നേരത്തെ ഇറങ്ങി തന്നെ. ആ, അത് നോക്ക്, അതാകുമ്പോൾ നടക്കണ്ടല്ലോ. കാര്യമായിട്ടൊന്നുമില്ല. ഇതില്ലാത്തൊരു ജീവിതം ഇല്ല എനിക്ക്. ഇതിപ്പോ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം 10, 12, 13 കൊല്ലായില്ലേ? 12. ജനുവിന്റെ വയസ്സ്. അവളെ പ്രഗ്നന്റ് ആയത് തുടങ്ങിയതാ. ജനു, വെള്ളം നോക്കട്ടെ. കാണിച്ച ഇതിമലാണ് ഇവളുടെ ജീവിതം. യെസ്, വാട്ടർ നോക്കട്ടെ. അങ്ങനെ ഗേസ്, ഞങ്ങള് നാട്ടിൽ പോകുന്ന ഒരുക്കത്തിൽ ഇതാ Zamal, wait.
നമ്മളെ സൂക്കു ആക്കിഫിൻ്റെ അതേ സെറ്റപ്പ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ. അടിപൊളി. ഇതെല്ലാം ഞാനിപ്പോൾ കാണുന്നത്. നേരത്തെ വന്നാൽ ഇങ്ങനൊരു ഗുണമുണ്ട്, നല്ല ചില്ലായിട്ട് എല്ലാം കണ്ട് ആസ്വദിക്കും. കുറച്ച് ഉറക്ക് പോകുന്നുള്ളൂ. ഉറക്ക് നാട്ടിലെത്തിയിട്ട് കൂട്ടിയെടുക്കണം. അങ്ങനെ ഒരു ട്രോളി കിട്ടി. സമലുവിന് സമാധാനമായി. അങ്ങനെ ഒരു ട്രോളി കിട്ടിയിട്ട് ജമലു ഹാപ്പിയായി. അവൾക്ക് നടക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ജമലു ജാം ലുക്ക് ഹിയർ. ഈ ഒരു ഏരിയയിൽ വരാനാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. വാവ്. ഇതാണ് നമ്മളെ എയർപോർട്ടിൻ്റെ ഉള്ളിലത്തെ ഗാർഡൻ. ഫുൾ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടാണ് മൊത്തം കേൾക്കുന്നത്. Come here. ഇവിടെ വാ. I like here. Wow. അടിപൊളിയല്ലേ? വാട്ടറാ? ആടാ, സ്പ്രിംഗ്ലർ ചെയ്യുന്നുണ്ട്. യെസ്. അടിപൊളി പ്ലേസ് കേട്ടാ. ഈ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഈ ഒരു ഏരിയയിൽ വരാൻ ഞാൻ എത്രയാണ് വിചാരിക്കുന്നതാ. കുറേ ആള് ഈ ലേറ്റാകുന്ന ഫ്ലൈറ്റ് ലേറ്റാകുന്ന സ്ഥലത്തെല്ലാം. ഇതാരാ ജമലു? നോക്കിയ നാട്ടിലെ ജീവികളുടെ ഡിന്നറാന്ന് തോന്നുന്നു. പല വിഭവങ്ങളും വെച്ചിട്ട് കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഡിന്നറോ ബ്രേക്ക്ഫാസ്റ്റോ എന്തോ കഴിക്കുന്ന നല്ല രസമുണ്ട്. അപ്പോൾ സംഭവം അടിപൊളി പ്ലേസാണ് കേട്ടോ. നേരത്തെ വന്നതിന്
കാണാൻ അത്രയുണ്ട്. അടിപൊളി ഒരു എയർപോർട്ടിൻ്റെ ഉള്ളാന്ന് പറയൂല. അധിക പേരും കണ്ടിട്ടുണ്ടാവും. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് ഇപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്. യെസ്, സമയം 6:19 ഇനിയിപ്പോൾ ഞങ്ങൾ പോന്ന ടൈമായി. അതാ അപ്പുറം. അങ്ങനെ ആ ഒരു ആഗ്രഹം സാധിച്ച് ഇനി നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോവാം. ടൈമായി 6:25. ഇപ്പോൾ 6:25. എന്താ സൗണ്ട്? ഫുൾ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട്. ഇതാ ഇവിടെയും ഉണ്ട്. നോക്കറാ സ്മൂത്തായിട്ട്. പക്ഷേങ്കിൽ ഇതിങ്ങളിങ്ങനെ സൂക്ഷിച്ച് നോക്കിയോക്ക്. തല കറങ്ങുന്നില്ല. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയോക്ക്. What is this? Camel. Wait. അപ്പോഴേക്കിതാ ഒരാളിവിടെ കുറേ സീറ്റ് കാലി ഉണ്ടല്ലോ. ഞാനെന്താ ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇരിക്കുന്നത്. നമ്മൾ റെഡിയാന്നില്ല ബെൽറ്റ് ഇടല്. ഓപ്പണാക്കി വെച്ചു കൊടുക്കും. നമ്മളോ എബോളിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഹെൽത്ത് ഫോം തരും ഫ്ലൈറ്റിൽ നിന്ന്. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് വരുന്ന ടൈമിൽ അവിടെ നിന്ന് തന്നെ പ്രിൻ്റ് എടുത്ത് എല്ലാം ഫില്ല് ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിരിക്കും കേട്ടോ. ഞാനിതിപ്പം ഫ്ലൈറ്റിൽ നിന്ന് അവർ പേപ്പർ തന്നിട്ട് അവിടെ നിന്ന് തന്നെ ഫില്ല് ചെയ്യുക ചെയ്തത്. പെൻ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെന്നൊക്കെ നമ്മൾ കരുതുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. ഈ ഒരു ഫോം നമ്മൾ നിർബന്ധമായിട്ടും ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മൾ നാട്ടിലെത്തിയാൽ അവിടെയുള്ള എയർപോർട്ടിലാണ് ഇമിഗ്രേഷനിൽ ഇത് നിർബന്ധമായിട്ടും നമ്മൾ കാണിക്കേണ്ടത്. ഖത്തറിന് യാതൊരു കുഴപ്പമില്ല. ഫ്ലൈറ്റിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഫോം തരിക. അപ്പോൾ അത് നമ്മൾ അവിടെ നിന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എയർപോർട്ടിൽ നിന്ന് ഇമിഗ്രേഷനിൽ അവർ ചോദിക്കും. ഈ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഫോമും ചോദിക്കും. അപ്പോൾ അതങ്ങ് കൊടുത്താൽ മതി. എന്താ ചെയ്യുക, നാട്ടിലെത്തിയിട്ട് ഉമ്മാനെ ഉപ്പാനെയൊക്കെ കാണുന്ന സമയത്ത് ജമലുവിൻ്റെ എക്സ്പ്രഷനൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചതായിരുന്നേ. പക്ഷേങ്കിൽ ഫോണിൽ ഒട്ടും ചാർജില്ല. ഞാൻ ചാർജ് ഫുള്ളാക്കിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചാർജ് മൊത്തം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിലെത്തുമ്പോഴേക്ക്. അങ്ങനെ സേഫലി അൽഹംദുലില്ലാ കണ്ണൂർ ലാൻഡ് ചെയ്ത് ഓരോരുത്തർ ലഗേജ് എടുക്കാനുള്ള പടാപ്പാടിൽ ഇതാണ്. സ്ലീപ്പിംഗ് ഫുൾ ഇറങ്ങി നമുക്ക് വേഗം എടുത്തു നോക്കാൻ ലേറ്റ് ആക്കണ്ട. ജമലോ നമുക്കൊന്ന് വാഷ്റൂം പോണം.
അത് വന്നാണ്ടിക്കാൻ അപ്സത് എവിടെ പോയി? Okay. Which is ours? അങ്ങനെ എല്ലാം ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അൽഹംദുലില്ലാ റാഹത്തായിട്ട് എത്തി. ജമലു മൊറോക്കക്കാർ അടിച്ച് പാരമ്പര്യത്തിലാക്കി കഴിഞ്ഞില്ല ഇപ്പം തന്നെ.